ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്കൊരു ബട്ടർ ചിക്കൻ ഉണ്ടാക്കി നോക്കാം. അതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഒരു പ്ലേറ്റ് എടുത്ത് അതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. കാൽ ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി, 2 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ചിക്കനിൽ പുരട്ടി വെക്കുക. ഇനി ഒരു പാൻ എടുത്ത് അതിലൊരു പീസ് ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ നന്നായി ചൂടായിട്ട് വന്നതിന് ശേഷം നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് വേവിച്ച് മാറ്റി വെക്കാം. ഇനി ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത അതേ പാനിൽ തന്നെ ഒരു പീസ് ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് സവാള, കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. 10 കാഷ്യൂനട്ടും. ഇത് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂണാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. അതിനുശേഷം തക്കാളി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് അടച്ച് വെച്ച് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ടെല്ലാം മിക്സ് ചെയ്തിട്ട് ഒരു 3 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. 3 മിനിറ്റിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇനി ഒരു പാൻ എടുത്ത് ഈ അരച്ച് വെച്ചിട്ടുള്ള കൂട്ട് നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക.
സ്റ്റൗ ഓൺ ചെയ്ത് 1/4 ടീസ്പൂൺ കസ്തൂരി മേത്തിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് 2 മിനിറ്റ് തിളപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. ഞാൻ 3 സ്പൂണോളം ഫ്രഷ് ക്രീമാണ് ചേർത്തിട്ടുള്ളത്. ഫ്രഷ് ക്രീം ചേർത്ത് കൊടുത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്യുന്ന സമയത്ത് 1 സ്പൂണ് ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ബട്ടർ ചിക്കൻ റെഡി. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കണം.